നമസ്കാരം. പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ തീവ്രവാദി ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ചുട്ട മറുപടി നൽകിയതിൻ്റെ 1-ാം വാർഷിക ദിനമാണ് ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ അന്ന് അവിടെ പ്രകടിപ്പിച്ച ആ ഒരു നടപടിയെ, സൈനിക നടപടിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയായിരുന്നു. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന പ്രതിബദ്ധത തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഈ ദിനം പ്രമാണിച്ച് അമേരിക്കയിലെ പ്രമുഖ പ്രതിരോധ വിദഗ്ധനായ ജോൺ സ്പെൻസർ വെളിപ്പെടുത്തിയിരുന്നത് ഇന്ത്യ 72 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാൻ്റെ ആകാശം കീഴടക്കി എന്നാണ്. പാകിസ്ഥാന് നിവൃത്തിയില്ലാതെ കീഴടങ്ങേണ്ടി വന്ന കാര്യമൊക്കെ അദ്ദേഹം വളരെ വിശദമായി എക്സിൽ കുറിക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെക്കുറിച്ച് വാനോളം വാഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യൻ വ്യോമസേന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേന ഉപമേധാവി എയർ വൈസ് മാർഷൽ AK ഭാരതിയാണ് വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഈ ഒരു വർഷം ആയിട്ടും ഇന്ത്യ പാകിസ്ഥാന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ അവർക്കുണ്ടായ നഷ്ടങ്ങളുടെ വിശദമായ കണക്ക് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ എയർ മാർഷൽ AK ഭാരതി പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ്റെ 13 വിമാനങ്ങൾ തകർത്തു എന്നുള്ളതാണ്. ഒപ്പം അവരുടെ 11 വ്യോമസേനാ താവളങ്ങളും തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഈ 13 വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളായിരുന്നു. ഇവ ചിലത് പറന്നു വരുന്ന വേളയിലാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. മറ്റ് ചില വിമാനങ്ങൾ ആ വ്യോമസേന താവളങ്ങളിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാൻ്റെ ഒരു നിരീക്ഷണ വിമാനം, അതായത് ചാരവിമാനം ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരെ എത്തുമ്പോൾ തന്നെ ഇന്ത്യ ഇവിടെ നിന്ന് അതിനെ മിസൈൽ അയച്ച് തകർത്തിരുന്നു എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ ഒരു വ്യോമാക്രമണത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നാണ് എയർ മാർഷൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. 300 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ഒരു വിമാനത്തിനെ ഇവിടെ നിന്ന് മിസൈൽ അയച്ച് അതിനെ തകർക്കുക എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളും അവരുടെ വ്യോമസേന താവളങ്ങളുമൊക്കെ തകർന്ന് തരിപ്പണമായപ്പോൾ അവർ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വേറെ 72 മണിക്കൂർ കൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെ കീഴടക്കാൻ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാൻ തന്നെ ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചാണ് വെടിനിർത്തലുണ്ടായത് എന്നുള്ള കാര്യവും എയർ വൈസ് മാർഷൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് AK ഭാരതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമസേനകളിൽ ഒന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇവിടെ അദ്ദേഹം അണിനിരത്തുന്നത്. മാത്രമല്ല എയർ മാർഷൽ AK ഭാരതി പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യയുടെ കൈവശം കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ്. അതായത് 13 വിമാനങ്ങൾ തകർത്തതിൻ്റെയും 11 വ്യോമസേന താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ്. ഇത് വെറും വീരവാദം മുഴക്കലല്ല, ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് നമ്മൾ പല ദൃശ്യങ്ങളും കണ്ടതാണ്. പാകിസ്ഥാൻ്റെ പല നിർണായകമായ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണെങ്കിലും കൃത്യമായ കണക്കന്ന് നമുക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വ്യോമസേന പുറത്തുവിട്ടിരിക്കുന്ന ഈ കണക്കുകൾ ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനം നിറഞ്ഞതാണ്. ഒപ്പം ഓരോ ഇന്ത്യക്കാരനും എത്രത്തോളം സുരക്ഷിതരായിട്ടാണ് ജീവിക്കുന്നത്, അതിനുവേണ്ടി നമ്മുടെ സൈന്യം എന്തുമാത്രം ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതിൻ്റെയും മികച്ച ഉദാഹരണമായി മാറുകയാണ്. കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന സുരക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തരുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലായിട്ടാണ് ഇന്ത്യ ഈ ഒരു ആക്രമണം ആരംഭിച്ചത്. പാക് അധിനിവേശ കാശ്മീരിലും അതുപോലെ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ആദ്യം തകർത്ത് തരിപ്പണമാക്കിയത്. നിരവധി തീവ്രവാദികൾ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ തെളിവ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഈ നാട്ടിലെ തന്നെ പ്രതിപക്ഷം, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രംഗത്തെത്തിയതും നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവരുടെ വാദമുഖങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ കൃത്യമായി തെളിവ് സഹിതം എങ്ങനെയാണ് പാകിസ്ഥാനെ നേരിട്ടത് എന്നുള്ള കാര്യം ഇതിലൂടെ എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ പോരാട്ടത്തിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. ശത്രുവിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളെയും അവരുടെ താവളങ്ങളെയും എല്ലാം തന്നെ കൃത്യമായി കണ്ടെത്താൻ ഈ ഒരു സാങ്കേതിക സംവിധാനം ഇന്ത്യക്ക് ഏറെ സഹായകരമായി മാറി എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് ഏതായാലും ഓരോ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ കരസേന ഉപമേധാവി പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ പാകിസ്ഥാൻ ചില അവകാശവാദങ്ങൾ നടത്തിയിരുന്നു. അവർ ഇന്ത്യയുടെ 3 വിമാനങ്ങൾ തങ്ങൾ തകർത്തതായെന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തെളിവുകൾ പോലും ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ പാകിസ്ഥാൻ്റെ വെറും തള്ളു മാത്രമാണ് എന്നുള്ള കാര്യം പിന്നീട് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഈ 1-ാം വാർഷിക ദിനത്തിൽ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉൾപ്പെടെയുള്ളവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ എടുത്തു കാട്ടുകയാണ് വ്യോമസേന ഉപമേധാവി ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനുണ്ടായ നഷ്ടം
ഇനിയും അവർക്ക് നികത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പല വ്യോമസേനാ താവളങ്ങളും ഇപ്പോഴും തകർന്നു കിടക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പൂർത്തിയാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. അവരുടെ VVIPകൾ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന വ്യോമസേനാ താവളങ്ങൾ പോലും ഇന്ത്യ തകർത്തിരുന്നു. പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള വ്യോമസേനാ താവളം പോലും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു എന്നുള്ള വസ്തുതയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.